നമസ്കാരം. ലോക സമാധാനത്തിനായി ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ച ഡൊണാൾഡ് ട്രംപിന്റെ ഒരു എസ്സിനായി കാത്തിരിക്കുകയാണ് ഇറാന്റെ വിളിപ്പാടകലെയുള്ള അമേരിക്കയുടെ യുദ്ധപ്പട. രണ്ടും കൽപ്പിച്ച് നേരിടാൻ ഇറാനും. വ്യാഴാഴ്ച ജനീവയിലാണ് മൂന്നാം റൗണ്ട് ചർച്ച. ആണവ കാര്യങ്ങളിൽ ഇറാൻ പിടിവാശി ഉപേക്ഷിക്കണം. ഇറാനുമേലുള്ള ഉപരോധങ്ങളിൽ അമേരിക്കയും വിട്ടുവീഴ്ച ചെയ്യണം. നയതന്ത്ര ചർച്ചയിൽ ഇതിന് വഴിയൊരുങ്ങിയില്ലെങ്കിൽ ഭീതിയുടെ മുൾമുനയിലാണ് മുന്നിലുള്ള ഓരോ നിമിഷവും. രാജ്യത്തെ ആദ്യത്തെ സമഗ്ര തീവ്രവാദ വിരുദ്ധ നയം പ്രഹാർ പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. IS അടക്കമുള്ള ഭീകര സംഘടനകൾ ഇന്ത്യയെ ലക്ഷ്യമിടുന്നു എന്നും ചില രാജ്യങ്ങൾ ഭീകരത ഉപകരണമാക്കുന്നുവെന്നും കേന്ദ്രം. ലഷ്കർ-e തൊയ്ബ രാജ്യത്ത് വൻ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടെന്ന് അറസ്റ്റിലായ ഭീകരൻ ഉമർ ഫറൂഖിന്റെ മൊഴി. അന്തർവാഹിനികളെ നേരിടാൻ പുതിയ പടക്കപ്പലുമായി നാവികസേന. തദ്ദേശീയമായി നിർമ്മിച്ച INS സഞ്ജദീപ് വെള്ളിയാഴ്ച രാജ്യത്തിന് സമർപ്പിക്കും. ഇറാൻ അമേരിക്ക യുദ്ധഭീതിക്കിടെ ഇന്ത്യൻ പൗരന്മാരോട് എത്രയും വേഗം ഇറാൻ വിടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ലഭ്യമായ ഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിച്ച് രാജ്യം വിടണമെന്നും പാസ്പോർട്ട്, ഐഡന്റിറ്റി കാർഡ് തുടങ്ങിയ യാത്രാരേഖകൾ കൈവശം വെക്കണമെന്നും നിർദ്ദേശം. ഇറാൻ US മൂന്നാം ഘട്ട ആണവ ചർച്ച വ്യാഴാഴ്ച ജനീവയിലെന്ന് സ്ഥിരീകരിച്ച് ഒമാൻ വിദേശകാര്യമന്ത്രി. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന് 4 തൊഴിലാളികൾ മരിച്ചു. ഇടിഞ്ഞു വീണത് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ ഭാഗം. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിന് ലൈസൻസ് പുതുക്കി നൽകിയെന്ന ആരോപണം. കോർപ്പറേഷനിലേക്ക് പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ. തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. NDA പ്രകടന പത്രിക പുറത്തിറക്കാൻ അടുത്ത മാസം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ. തൃശൂരിൽ പത്മജ വേണുഗോപാലും പാലക്കാട് ശോഭാ സുരേന്ദ്രനും BJP സ്ഥാനാർത്ഥികളാകും. RSPയുമായി ഒന്നാം ഘട്ട സീറ്റ് ചർച്ച നടത്തിയ UDF. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ച അടുത്തയാഴ്ച തുടങ്ങാൻ LDF. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കാത്തതിനാൽ സർക്കാർ പ്രതികാരം ചെയ്തുവെന്ന തന്ത്രിയുടെ ആരോപണം ഏറ്റെടുത്ത് പ്രതിഷേധം. ഇറങ്ങിപ്പോക്ക്. തന്ത്രിയുടെ കാര്യത്തിൽ പ്രതിപക്ഷം തന്ത്രം മെനയുന്നുവെന്ന് ഭരണപക്ഷം. തന്ത്രിക്ക് വേണ്ടി കോൺഗ്രസിന്റെയും BJPയുടെയും വക്കാലത്തെന്ന് MP രാജേഷ്. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സമരം തുടരും. സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 2.5 വയസ്സുകാരി മരിച്ചെന്ന് പരാതി. നിഷേധിച്ച ആശുപത്രി അധികൃതർ. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ നടപടിയുമായി ആരോഗ്യവകുപ്പ്. സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തു എന്നാരോപിച്ച് ഹൈക്കോടതിയിൽ ഹർജി. അനുവാദമില്ലാതെ വിവരങ്ങൾ കൈമാറിയത് സ്വകാര്യതാ ലംഘനമെന്ന് ഹർജിക്കാർ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എതിർകക്ഷികൾ. ഹർജി നാളെ പരിഗണിക്കും. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ നിയമിച്ചു. മുൻ ചീഫ് സെക്രട്ടറി VP ജോയി അധ്യക്ഷൻ. 2020 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ സിംബാബ്വെക്ക് 255 റൺസ് വിജയലക്ഷ്യം. 85 റൺസ് എടുത്ത് ഷിംറോൺ ഹെറ്റ്മീർ. വയനാട് ടൗൺഷിപ്പിന്റെ മറ്റന്നാൾ നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടനം മാർച്ച് 1 മാറ്റി. അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്ന് വിശദീകരണം. സ്റ്റോറി ഓഫ് ദി ഡേ. നാടാകെ ശ്രീവരുത്താൻ ശ്രീബാല. ദേശീയ ഭീകരവിരുദ്ധ നയം പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അതിർത്തി കടന്നുള്ള പരമ്പരാഗത ഭീകരവാദത്തിന് പുറമെ സൈബർ ആക്രമണങ്ങൾ, ഡ്രോണുകളുടെ ദുരുപയോഗം, ഡിജിറ്റൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ആധുനിക ഭീഷണികളെ നേരിടാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പ്രഹാർ എന്ന പേരിൽ പുറത്തിറക്കിയ പുതിയ നയം. തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിനായി 7 അടിസ്ഥാന തത്വങ്ങളെ മുൻനിർത്തിയാണ് പ്രഹാർ എന്ന പേര് പുതിയ നയത്തിനായി രൂപീകരിച്ചിരിക്കുന്നത്. ഭീകരാക്രമണങ്ങൾ തടയലാണ് ആദ്യഘട്ടം. ഭീകര ഭീഷണികളെ തടയുന്നതിനും പ്രതിരോധിക്കുന്നതിനും ഇന്ത്യ സജീവ സമീപനമാണ് പിന്തുടരുന്നത്. സൈബർ പ്രവർത്തനങ്ങൾ, തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഓൺലൈൻ നെറ്റ്വർക്കുകൾ, അവരുടെ പ്രചരണം, നിയമനം എന്നിവയെ പൂർണ്ണമായും നേരിടുന്നുണ്ട്. രണ്ടാമത് പ്രതികരണമാണ്. ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ആദ്യം പ്രതികരിക്കേണ്ടത് ലോക്കൽ പോലീസായിരിക്കും. ഇവർക്ക് സഹായമായി നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, NIA, മറ്റ് കേന്ദ്ര സംസ്ഥാന ഭീകരവിരുദ്ധ സേനകൾ എന്നിവയും ഉണ്ടാകും. അന്വേഷണം NIAയും സംസ്ഥാന പോലീസും സംയുക്തമായി നടത്തും. ഊർജ്ജം, വ്യോമയാനം, റെയിൽവേ, ബഹിരാകാശം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കും. മൂന്നാമത്തേത് വിവിധ ശേഷികളുടെ സംയോജനമാണ്. സുരക്ഷാ നിയമനിർവഹണ ഏജൻസികളുടെ ആധുനികവൽക്കരണമാണ് പ്രധാനം. പുതിയ ഉപകരണങ്ങൾ, സാങ്കേതികവിദ്യ, ആയുധങ്ങൾ എന്നിവയുടെ പതിവ് ഏറ്റെടുക്കൽ പുരോഗമിക്കുന്നുണ്ട്. മനുഷ്യാവകാശങ്ങൾക്കും നിയമവാഴ്ചയ്ക്കും മുൻഗണന നൽകുന്നതാണ് 4ാമത്തെ അടിസ്ഥാന തത്വം. നിയമങ്ങൾ നീതിയുക്തവും തുല്യമായി പ്രയോഗിക്കുന്നതും അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമാണ്. ഭീകരതയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് തടയുകയാണ് അടുത്ത ഘട്ടം. തീവ്രവാദത്തെ ചെറുക്കുവാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയാണ് അടിസ്ഥാന തത്വത്തിൽ 6ാമത്തേത്. ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കിടാനായി ഏജൻസി ടു ഏജൻസി ഇടപെടലുകൾക്ക് സൗകര്യമൊരുക്കുന്നുണ്ട്. ഭീകരാക്രമണങ്ങളെ സമൂഹത്തിന്റെ ഒത്തൊരുമയോടെ വേഗത്തിൽ അതിജീവിക്കുകയാണ് 7ാമത്തെ അടിസ്ഥാന തത്വം.
ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം ഒരു പ്രധാന ഘടകമാണെന്ന് നയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഭീകരതയെക്കുറിച്ചും ഭീകരതയുടെ ഇരകളുടെ അവകാശങ്ങളെക്കുറിച്ചും ധാരണ ഉണ്ടാക്കുന്നതിന് അന്താരാഷ്ട്ര ഭീകരതയ്ക്കുള്ള സമഗ്രമായ ഒരു ചട്ടക്കൂടിനായി ഇന്ത്യ തുടർന്നും പ്രവർത്തിക്കും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ലഷ്കർ എ തൊയ്ബ വൻ സ്ഫോടനങ്ങൾക്ക് രാജ്യത്ത് പദ്ധതിയിട്ടിരുന്നുവെന്ന് മൊഴി. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ISI ഭീകരരെ ഉപയോഗിച്ചാണ് സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നത്. അറസ്റ്റിലായ ഉമർ ഫറൂഖാണ് നിർണായക മൊഴി നൽകിയത്. കശ്മീർ സ്വദേശിയും ലഷ്കർ എ നേതാവുമായ അഹമ്മദ് ഷാബിറാണ് ഇവരെ നിയോഗിച്ചതെന്നും ഉമർ ഫറൂഖിന്റെ മൊഴിയിൽ പറയുന്നു. ലഷ്കർ എ തൊയ്ബയുടെ സ്ലീപ്പർ സെല്ലുകളാണ് അറസ്റ്റിലായ ഭീകരർ. തമിഴ്നാട്ടിൽ നിന്നും പശ്ചിമബംഗാളിൽ നിന്നുമായാണ് 8 പേരെ ഡൽഹി ക്യൂ ബ്രാഞ്ച് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ച് തമിഴ്നാട്ടിൽ സുരക്ഷിത താവളം ഒരുക്കിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അന്തർവാഹിനികളെ നേരിടാൻ പുതിയ പടക്കപ്പലുമായി നാവികസേന. തദ്ദേശീയമായി നിർമ്മിച്ച INS അഞ്ജദീപ് വെള്ളിയാഴ്ച രാജ്യത്തിന് സമർപ്പിക്കും. ചെന്നൈ തുറമുഖത്ത് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ് കപ്പൽ കമ്മീഷൻ ചെയ്യുന്നത്. ഡോൾഫിൻ ഹണ്ടർ എന്ന വിശേഷണമുള്ള ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പലാണ് INS അഞ്ജദീപ്. തീരപ്രദേശത്തിന് സമീപത്തുള്ള ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തി നിർവീര്യമാക്കാനുള്ള സജ്ജീകരണങ്ങളോടെയാണ് ഈ കപ്പൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കർണാടകയിലെ കാർവാർ തീരത്ത് അഞ്ജദീപ് എന്ന ദ്വീപിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് ഈ യുദ്ധക്കപ്പൽ. തുടർച്ചയായുണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തേജസ് ലൈറ്റ് യുദ്ധവിമാനങ്ങളെ താൽക്കാലികമായി സേവനങ്ങളിൽ നിന്ന് മാറ്റി വ്യോമസേന. 30ഓളം തേജസ് ലൈറ്റ് വിമാനങ്ങളെയാണ് നിലത്തിറക്കിയിട്ടുള്ളത്. കൂടുതൽ സാങ്കേതിക പരിശോധനകൾ നടത്തുകയാണ് ലക്ഷ്യം. സിംഗിൾ സീറ്റ് യുദ്ധവിമാനങ്ങളാണ് തേജസ് ലൈറ്റ്. ഈ മാസം 7-നും വിമാനം അപകടത്തിൽപ്പെട്ടിരുന്നു. വിമാനത്തിന് വലിയ തോതിൽ തകരാർ സംഭവിച്ചെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പൈലറ്റ് സുരക്ഷിതമായി പുറത്തേക്ക് ചാടിയെന്നാണ് വിവരം. 2 വർഷത്തിനിടെ നടക്കുന്ന 3ാമത്തെ അപകടമാണിത്. 2024 മാർച്ച് മാസത്തിലായിരുന്നു തേജസ് ലൈറ്റ് വിമാനത്തിന്റെ ആദ്യ അപകടം. ജയ്സാൽമീറിന് സമീപമാണ് തേജസ് ലൈറ്റ് വിമാനം തകർന്നത്. 2025 നവംബറിൽ ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് ലൈറ്റ് തകർന്ന് പൈലറ്റ് കൊല്ലപ്പെട്ടത് വലിയ ചർച്ചയായിരുന്നു. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സൺഷെയ്ഡ് തകർന്നു വീണ് 4 പേർക്ക് ദാരുണാന്ത്യം. തൊഴിലാളികളായ അഷ്റഫ്, ജബ്ബാർ, ബഷീർ, വിനോദ് എന്നിവരാണ് മരിച്ചത്. 3 പേരെ അപകടം നടന്ന ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് വിനോദ് മരണപ്പെടുന്നത്. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ ലൈസൻസ് പുതുക്കി നൽകിയതാണ് ദുരന്തത്തിനിടയാക്കിയതെന്ന ആരോപണവുമായി പ്രതിപക്ഷ സംഘടനകൾ കോർപ്പറേഷനെതിരെ രംഗത്തെത്തി. കാലപ്പഴക്കത്താൽ ജീർണിച്ച പൊളിച്ചുമാറ്റാൻ നോട്ടീസ് നൽകിയ ബീച്ചിലെ പഴയ പാസ്പോർട്ട് ഓഫീസിന്റെ സ്ലാബാണ് തകർന്നു വീണത്. കെട്ടിടത്തിന് 50 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് വലിയങ്ങാടിയിലെ തൊഴിലാളികൾ പറയുന്നത്. കെട്ടിടത്തിന് പുറത്ത് വിശ്രമിക്കുകയായിരുന്ന തൊഴിലാളികളുടെ ദേഹത്തേക്കാണ് സൺഷെയ്ഡ് തകർന്നു വീണത്. ബഷീർ ഖാൻ, അത്തോളി ബഷീർ ഖാൻ, മൂപ്പര ജോലിക്കാർ 2 ആൾ, ഒന്ന് അഷ്റഫ്, ഒന്ന് വിനോദ്. ഇവരൊക്കെ ഇപ്പോൾ അത്തോളി ഭാഗത്തുള്ള ആളുകളാണ്. പിന്നെ ഒന്ന് ഇവിടെ ഈ ഗോഡൗണിലെ ഒരു ജബ്ബാർ എന്ന് പറഞ്ഞ ഒരാളാണ്, ഒരു ചക്കമാടുള്ളൊരു തൊഴിലാളി. ഇവിടുത്തെ വോട്ടറാണ്. ഒരു 5 പേരാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. എത്ര കാലമായി ഇപ്പം പൊളിക്കാൻ നോട്ടീസ് നൽകിയിട്ട്? പൊളിക്കാൻ തുടങ്ങിയ വർഷങ്ങളായി, ഒരു 5-10 വർഷം ഏകദേശം ആയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഒഴിഞ്ഞു പോയിട്ടുണ്ടോ ഇതിനകത്ത്? ഇല്ല, ഒന്നും ഒഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇതിൽ 4-4 സർട്ടിഫിക്കറ്റ് ലോക്കായിരുന്നല്ല. ബാക്കിയുള്ള എല്ലാ ഗോഡൗണുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കോർപ്പറേഷനിക്ക് വാടക കിട്ടുന്നുണ്ട്. എനിക്കതാണ് ആവശ്യം, ജനങ്ങളുടെ വിഷയമല്ല. തകർന്നു വീണ കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിപ്പോയവരെ മറ്റ് തൊഴിലാളികളും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അഷ്റഫ്, ജബ്ബാർ, ബഷീർ എന്നിവരാണ് മരിച്ചത്. ചികിത്സയിലിരിക്കെ വൈകുന്നേരത്തോടെ വിനോദും മരണപ്പെട്ടു. അബ്ദുൾ റഷീദ് ചികിത്സയിലാണ്. പഴയ പാസ്പോർട്ട് ഓഫീസ് കൂടിയായിരുന്ന ഈ കെട്ടിടത്തിൽ ഇപ്പോൾ വ്യാപാര കേന്ദ്രങ്ങളും ഗോഡൌണുകളുമാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 50 മീറ്ററോളം കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണിട്ടുണ്ട്. 2 സ്കൂട്ടറുകളും സ്ലാബിനടിയിൽപ്പെട്ടു. യാതൊരു മെയിൻ്റനൻസ് വർക്കും ചെയ്യാത്ത കാലാഹരണപ്പെട്ട കെട്ടിടത്തിൽ 2 ആഴ്ച മുൻപും പുതിയ ഷോപ്പിന് അനുമതി നൽകിയിരുന്നു. കെട്ടിടത്തിന്റെ അടിത്തട്ടിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ ലൈസൻസ് പുതുക്കി നൽകുന്നത് ഭരണകൂടവും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള അഴിമതിയുടെ ഭാഗമാണെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി കഴിഞ്ഞു. ഫിറ്റ്നസ് ഇപ്പോൾ ഇവർ പറയുന്ന ലൈസൻസ് പുതുക്കി കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുതിയൊരു സ്ഥാപനം ഉദ്ഘാടനത്തിന് റെഡിയാക്കി വെച്ചിട്ടുമുണ്ട്, ഇവിടെ കാണുന്നതാണ്. അപ്പോൾ ഇത് ലൈസൻസ് പുതുക്കി കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത്. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ ഒരിക്കലും ലൈസൻസ് പുതുക്കി കൊടുക്കാൻ പാടില്ല. അത് കർശനമായ നിയമം പാലിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അപകടം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ലൈസൻസ് പുതുക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഓണറും പറഞ്ഞിരിക്കുന്നത്. അവർക്ക് പുതിയൊരു കെട്ടിടം ലൈസൻസ് കൊടുത്താണ്ടാണ് അയാൾ പുതിയ സ്ഥാപനം തുടക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മളെ കൺമുമ്പിൽ കാണുകയാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ട് പോലും നമ്മൾ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളത് ഒരു വേദനാജനകമായ കാര്യമാണ്. കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ചും ലൈസൻസ് പുതുക്കി നൽകിയതിനെ സംബന്ധിച്ചുമെല്ലാം പരിശോധിച്ച് പറയാമെന്നാണ് മേയർ പ്രതികരിച്ചത്. പരിശോധിച്ച് പറയൂട്ടോ. അതേസമയം കോർപ്പറേഷൻ മേയർക്കും സെക്രട്ടറിക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി BJPയും രംഗത്തെത്തി.
ഇവിടെയുള്ള തൊഴിലാളികളെ കൊല ചെയ്തിരിക്കുകയാണ് കോർപ്പറേഷൻ. കൊലക്കുറ്റത്തിന് കേസെടുക്കണം. കാലാഹരണപ്പെട്ട കെട്ടിടത്തിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കോർപ്പറേഷന് മറുപടി പറയേണ്ടി വരും. എം രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. വലിയങ്ങാടി അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാർ. 4 പേരെ നഗരസഭ കൊന്നതാണ്. കാലപ്പഴക്കമുള്ള കെട്ടിടം എങ്ങനെ വാടകയ്ക്ക് നൽകുമെന്നും അദ്ദേഹം ചോദിച്ചു. പരിക്കേറ്റവരുടെ ചികിത്സ കോർപ്പറേഷൻ ഏറ്റെടുക്കണമെന്നും മരിച്ചവരുടെ കുടുംബത്തിന് അർഹമായ ധനസഹായം നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശക്തിക്ഷയമുണ്ടായിരിക്കുന്നു, ഇത് മാറ്റണമെന്നും പുതുക്കുമെന്ന് ആവശ്യപ്പെട്ടതാണ്. അതുണ്ടായില്ല. ഒന്ന്. രണ്ടാമത്, ഈ കെട്ടിടം പൊളിക്കാൻ തീരുമാനിച്ച കെട്ടിടമാണ്. ആ പൊളിക്കാൻ തീരുമാനിച്ച കെട്ടിടത്തിൽ 2 മാസം മുമ്പ് ഒരു പുതിയ സ്ഥാപനം വന്നിരിക്കുകയാണ്. ഇതെല്ലാം കോർപ്പറേഷൻ്റെ ഏറ്റവും ഗുരുതരമായ തെറ്റല്ലേ? അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദി കോഴിക്കോട് കോർപ്പറേഷനാണ്. യുദ്ധഭീതിക്കിടെ ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരോട് എത്രയും വേഗം രാജ്യം വിടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ലബനിലെ ബെയ്റൂട്ട് എംബസിയിൽ നിന്ന് അത്യാവശ്യമില്ലാത്ത ജീവനക്കാരോടും അവരുടെ കുടുംബാംഗങ്ങളോടും രാജ്യം വിടാൻ അമേരിക്കയും നിർദ്ദേശിച്ചു. അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏത് ചെറിയ സൈനിക നീക്കവും യുദ്ധപ്രഖ്യാപനമായി കാണുമെന്ന് ഇറാൻ. അതിനിടെ ആണവ പരിശോധന നടത്താൻ ഇറാൻ ഉപാധികൾ വെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വ്യാഴാഴ്ച ജനീവയിലെ 3ാം റൗണ്ട് ചർച്ചകളിൽ ഉറ്റുനോക്കി ലോകരാജ്യങ്ങൾ. ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇറാനിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതയ്ക്കൊപ്പം രാജ്യം വിടാൻ കൂടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാണിജ്യ വിമാനങ്ങൾ ഉൾപ്പെടെ ലഭ്യമായ എല്ലാ യാത്രാമാർഗങ്ങളും ഉപയോഗപ്പെടുത്തി എത്രയും വേഗം മടങ്ങണമെന്നാണ് ഇറാനിലെ ഇന്ത്യൻ എംബസി പുറപ്പെടുവിച്ച പുതിയ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നത്. വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, ബിസിനസ്സുകാർ, വിനോദസഞ്ചാരികൾ തുടങ്ങി ഇറാനിലുള്ള എല്ലാ ഇന്ത്യക്കാർക്കും ഈ മുന്നറിയിപ്പ് ബാധകമാണ്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും യാത്രാരേഖകളും തിരിച്ചറിയൽ കാർഡുകളും പാസ്പോർട്ടും എപ്പോഴും കൈവശം കരുതണമെന്നും എംബസി ഓർമ്മിപ്പിച്ചു. ഒപ്പം അടിയന്തര സാഹചര്യങ്ങളിൽ സഹായത്തിനായി ഇന്ത്യൻ എംബസി പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറുകളും നൽകിയിട്ടുണ്ട്. ഇറാനുമായുള്ള സംഘർഷം മുറുകുന്ന സാഹചര്യത്തിൽ ലബനിലെ ബെയ്റൂട്ട് എംബസിയിൽ നിന്ന് അത്യാവശ്യമില്ലാത്ത ജീവനക്കാരോടും അവരുടെ കുടുംബങ്ങളോടും രാജ്യം വിടാൻ അമേരിക്കയും നിർദ്ദേശിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ജനീവയിൽ വെച്ച് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക 3ാം ഘട്ട ആണവ ചർച്ചകൾ നടക്കാനിരിക്കെ സമാധാനപരമായ നയതന്ത്ര പരിഹാരത്തിന് തയ്യാറാണെന്നും എന്നാൽ സൈനിക ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം ഉടനുണ്ടാകുമെന്ന രീതിയിൽ ട്രംപിന്റെ പേരിൽ ഇറാനിലെ ജനങ്ങൾക്കിടയിൽ സന്ദേശം പരക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് ചെറിയ സൈനിക നീക്കവും യുദ്ധപ്രഖ്യാപനമായി കാണുമെന്ന് ഇറാൻ വ്യക്തമാക്കി. അത്തരമൊരു നീക്കമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം നേരത്തെ തന്നെ ശക്തമാക്കിയിട്ടുണ്ട്. 2003 ഇറാഖ് യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് അമേരിക്ക മേഖലയിൽ നടത്തിയിരിക്കുന്നത്. അതിനിടെ ഇറാനിലെ സർവകലാശാലകളിൽ ഭരണകൂടത്തിനെതിരെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. സാമ്പത്തിക തകർച്ചയ്ക്കും സർക്കാർ നടപടികൾക്കുമെതിരെ ടെഹ്റാനിലും മഷാദിലും വലിയ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ പ്രതിഷേധങ്ങളിൽ 5000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, അമൃത TV. മെക്സിക്കോയിൽ മയക്കുമരുന്ന് സംഘത്തലവൻ നെമീസിയോയുടെ വധശ്രമത്തിന് പിന്നാലെ വ്യാപക സംഘർഷം. വിവിധയിടങ്ങളിലെ ആക്രമണങ്ങളിൽ 25 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. വാഹനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും പ്രതിഷേധക്കാർ തീയിട്ടു. പലയിടത്തും ഗതാഗതം തടസ്സപ്പെടുത്തി. സംഘർഷത്തെ തുടർന്ന് മെക്സിക്കോയിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരോട് ഒരറിയിപ്പുണ്ടാകുന്നതുവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരാൻ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. അനാവശ്യമായി പുറത്തിറങ്ങുന്നതും യാത്ര ചെയ്യുന്നതും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാൽ തൃശൂരിലും ശോഭാ സുരേന്ദ്രൻ പാലക്കാടും മത്സരിക്കുമെന്ന കാര്യത്തിൽ ധാരണ. ഇക്കാര്യത്തിൽ BJP ദേശീയ നേതൃത്വം ഇരുവർക്കും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയതായാണ് സൂചന. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് മത്സരമെന്നാണ് പത്മജ പറയുന്നത്. കെ മുരളീധരനെതിരെ വട്ടിയൂർക്കാവിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കുമെന്ന് വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ പത്മജയ്ക്ക് കൂടുതൽ വിജയസാധ്യത തൃശൂരാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ തീരുമാനമെന്നാണ് സൂചന. സംസ്ഥാനത്ത് ആദ്യമായി BJP വിജയിച്ച ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ. പത്മജയ്ക്ക് സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ തുടർച്ചയുണ്ടാകുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. സുരേഷ് ഗോപിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെങ്കിൽ തൃശൂരിൽ മത്സരിക്കാമെന്ന് പത്മജ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. വെള്ളിയാഴ്ച മുതൽ തൃശൂരിൽ പ്രചരണ രംഗത്തുണ്ടാകുമെന്നും പത്മജ പറഞ്ഞു. പ്രചരണത്തിന്റെ മുഴുവൻ ചുമതലയും സുരേഷ് ഗോപിയെ ഏൽപ്പിക്കണമെന്നും പത്മജ കൂട്ടിച്ചേർത്തു. മണ്ഡലത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകുമെന്ന് സുരേഷ് ഗോപിയും ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം.
പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. 2016 പാലക്കാട് നിന്ന് ജനവിധി തേടിയ ശോഭ 40,000-ലധികം വോട്ടുകൾ നേടിയിരുന്നു. BJP അന്ന് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. സ്ഥാനാർത്ഥി പട്ടികയിൽ 6 മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ പേരുണ്ടായിരുന്നു. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം പോലെ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. പ്രത്യേക സാഹചര്യത്തിൽ വിജയം ശോഭയ്ക്കൊപ്പം നിൽക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അമൃത ന്യൂസ്, തൃശൂർ. ഇരു മുന്നണികൾക്കും ബദലായി കേരളത്തിൽ BJP ഉയർന്നു കഴിഞ്ഞുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. മുൻകാലങ്ങളിൽ BJP മത്സരിച്ചത് സാന്നിധ്യം തെളിയിക്കാനാണ്. എന്നാൽ ഇത്തവണ ഭരണം പിടിക്കും. മോദിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം തൃക്കാക്കരയിൽ NDA മധ്യതിരുവിതാംകൂർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. NDA to take forward the visions of the Prime Minister of Modi and to fulfill the dreams and aspirations of the people of Kerala. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. NDA പ്രകടന പത്രിക പുറത്തിറക്കാൻ മാർച്ച് 6-ന് കൊച്ചിയിലെത്തും. സാമുദായിക നേതാക്കളുമായി ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ശ്രീജിത്ത് നായർ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, BJPയിൽ ചിത്രം തെളിയുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും നമുക്കറിയാം BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇതിനോടകം തന്നെ തീരുമാനമായിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷ വെക്കുന്ന തെരഞ്ഞെടുപ്പാണ്. BJP തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ദേശീയതലത്തിലെ പ്രമുഖ നേതാക്കളും അതുപോലെ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും സംസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP വലിയ ആത്മവിശ്വാസത്തിലാണ് എന്ന് തന്നെ പറയേണ്ടേ? അമ്പിളി, ഇത്തവണ BJP ഏറ്റവും ആദ്യം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിൻ്റെ ഭാഗമായാണ് സ്ഥാനാർത്ഥികൾ ആരെന്നുള്ള ചർച്ചകൾ പോലും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ തന്നെയും ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ തന്നെ മത്സരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. 30 സീറ്റുകളാണ് ലക്ഷ്യമിടുന്നത്. അതായത് 10 സീറ്റിലെങ്കിലും വിജയിച്ചേ മതിയാകൂ എന്നൊരു തന്ത്രമാണ് ഇത്തവണ ആവിഷ്കരിക്കുന്നത്. അതായത് ഭരണത്തിലെത്തിയില്ലെങ്കിൽ പോലും ഭരണം ആര് എന്ന് തീരുമാനിക്കാൻ കെൽപ്പുള്ള രീതിയിൽ BJP വളരണമെന്നാണ് ഇത്തവണത്തെ തീരുമാനം. എന്തായാലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ മാർച്ച് ആദ്യവാരം സന്ദർശിക്കാനുള്ള തീരുമാനമുണ്ട്. അതിൻ്റെ കൃത്യമായ ഒരു തീയതി ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല. 5ഓ 6ഓ കൊച്ചിയിലെത്തി അദ്ദേഹം വിവിധ കാര്യങ്ങൾ വികസന രേഖ ഉൾപ്പെടെ പുറത്തിറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ വിവിധ സാമുദായിക ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ നേരിട്ട് കാണാനുള്ള ശ്രമവും അദ്ദേഹം നടത്തും. അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി ആലോചിക്കുന്നുണ്ട്. ഇന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇവിടെ എത്തിയിരുന്നു. പ്രത്യേകിച്ച് മതമേലധ്യക്ഷന്മാരുമായൊക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും വാർ റൂം എന്നുള്ള രീതിയിൽ തന്നെ തൃക്കാക്കരയിൽ ഓഫീസ് തുറക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് 2020-യുടെ ഒരു ആഗമനത്തോടുകൂടി ഒരു സഖ്യകക്ഷിയായി മാറിയതോടുകൂടി മധ്യ കേരളത്തിൽ കുറേ കൂടി സ്വാധീനം, ഒപ്പം ക്രൈസ്തവ വോട്ടുകൾ കൂടുതൽ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. കാരണം കഴിഞ്ഞ തവണത്തെ മത്സരചിത്രമല്ല ഇത്തവണയുള്ളത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും മികച്ച രീതിയിൽ ക്രൈസ്തവ ഒരു ആനുകൂല്യം, സഭകളുടെ ആനുകൂല്യമോ അല്ലെങ്കിൽ ആ വോട്ടുകൾ കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് BJP മുന്നോട്ട് പോകുന്നത്. എന്തായാലും പത്മജ വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും അടക്കമുള്ളവർ സ്ഥാനാർത്ഥികളാകുന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. പാലക്കാടും തൃശ്ശൂരുമാണ് ഇപ്പോൾ നിലവിൽ പത്മജയും ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും മത്സരിക്കാൻ ആലോചിക്കുന്നത്. ഇക്കാര്യം പാർട്ടി നേതൃത്വം അവരെ അറിയിച്ചിട്ടില്ല. പക്ഷേ അവർ ഇക്കാര്യത്തിൽ അനുകൂലമായൊരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ മികച്ചൊരു മുന്നേറ്റം സുരേഷ് ഗോപിയുടെ വിജയത്തോട് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആ ഒരു മുന്നേറ്റം പിന്നീട് നിലനിർത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പത്മജ വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് വ്യത്യസ്തമായൊരു ചിത്രം മുന്നോട്ട് വെക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഇതുപോലെ തന്നെയാണ് സമാനമായി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോൺഗ്രസിന് തിരിച്ചടിയാകുമ്പോൾ അത് മുതലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് BJP നേതൃത്വം. സമാനമായ സാഹചര്യത്തിൽ നേമം, മഞ്ചേശ്വരം തുടങ്ങിയ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളെല്ലാം തന്നെ നിലവിൽ 50 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ശ്രീജിത്ത് നായരാണ് വിശദാംശങ്ങൾ നൽകിയത്. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ അടുത്ത ആഴ്ചയോടെ ആരംഭിക്കാൻ ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനം. മേഖലാ ജാഥകൾ ഫലപ്രദമായിരുന്നു എന്ന് മുന്നണി വിലയിരുത്തി. UDF-ൽ RSPയിൽ 1ാം ഘട്ട സീറ്റ് ചർച്ചകൾ നടന്നു. ആറ്റിങ്ങലും മട്ടന്നൂരും ഒഴിഞ്ഞ് പകരം ചടയമംഗലം വേണമെന്നാണ് RSPയുടെ ആവശ്യം. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിലിറ്റ്, ഇടതുമുന്നണിയിലേക്ക് വരികയാണെങ്കിൽ മേഖലാ ജാഥകൾ, ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന സമയക്രമമൊക്കെ ആയിരുന്നു ഇന്നത്തെ പ്രധാന അജണ്ട. സ്ഥാനാർത്ഥി നിർണ്ണയം ഒപ്പം തന്നെ സീറ്റ് വിഭജനത്തിലൊക്കെ CPM-ന് ഇത്തവണ കൂടുതൽ കരുതലുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. UDF-ലേക്ക് വരികയാണെങ്കിൽ RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നാണ് പുതുയുഗ യാത്രയോടൊപ്പം ചേർന്നത്. ആ രീതിയിലും ചർച്ച നടക്കുന്നുണ്ട്. എങ്ങനെയാണ് UDF-ലേക്ക് വരുമ്പോഴും ചർച്ചകൾ പുരോഗമിക്കുന്നത്?
അമ്പിളി അത് തന്നെയാണ്. സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് അതിവേഗത്തിൽ കടക്കാനാണ് ഇപ്പോൾ ഇടതുമുന്നണിയിൽ തീരുമാനമായിരിക്കുന്നത്. ഇന്ന് ചേർന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ ഏത് രീതിയിലായിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മാനദണ്ഡം നിശ്ചയിക്കേണ്ടതെന്ന് കൃത്യമായി തന്നെ CPM ഘടകകക്ഷികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജയ് സാധ്യത എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നിനെക്കുറിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ ആലോചിക്കുകയേ വേണ്ട എന്നാണ് CPMന്റെ നിർദ്ദേശം. എന്തായാലും അടുത്ത ആഴ്ച മുതൽ ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കാനാണ് LDFൽ ഇന്ന് തീരുമാനമായിരിക്കുന്നത്. CPM ഒക്കെ കഴിഞ്ഞ തവണ മത്സരിച്ച കണക്കുകൾ നമുക്കറിയാം. CPM 86 സീറ്റുകളിലും അതോടൊപ്പം CPI 25 സീറ്റുകളിലും കേരള കോൺഗ്രസ് 12 സീറ്റുകളിലുമാണ് മത്സരിച്ചത്. ഇത്തവണ CPMഉം CPIയും സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ സാധ്യത കുറവാണ്. അതേസമയം കേരള കോൺഗ്രസ് ആകട്ടെ ഒരു സീറ്റ് കൂടി അധികം വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഘടകകക്ഷികളുമായ ചർച്ചകളിൽ അതിലൊക്കെ ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ JDS കഴിഞ്ഞ തവണ മത്സരിച്ചത് 4 സീറ്റുകളിലാണ്. അതോടൊപ്പം തന്നെ INLും RJDയും NCPയും ഒക്കെ 3 സീറ്റുകൾ വീതം മത്സരിച്ചിരുന്നു. ജനാധിപത്യ കേരള കോൺഗ്രസും കേരള കോൺഗ്രസ് ബിയും ഓരോ സീറ്റുകൾ വീതമാണ് മത്സരിച്ചത്. ഒപ്പം തന്നെയും മുന്നണിക്ക് പുറത്തുള്ള RSP ലെനിസ്റ്റ് ഒരു സീറ്റാണ് മത്സരിച്ചത്. ഈ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളിൽ ഇത്തവണ അവർ കൂടുതൽ സീറ്റുകളൊക്കെ ആവശ്യപ്പെടാനുള്ള സാധ്യതയും മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെയും ഇന്ന് ചേർന്ന LDF യോഗത്തിൽ പൊതുവെ ജനവികാരമൊക്കെ അനുകൂലമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഗൃഹസന്ദർശനമൊക്കെ വലിയ രീതിയിൽ ഫലപ്രദമായി എന്നൊരു വിലയിരുത്തലുണ്ടായി. ഒപ്പം തന്നെ മേഖലാ ജാഥകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന വിമർശനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മേഖലാ ജാഥകളൊക്കെ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നൊരു വിലയിരുത്തലുണ്ടായി. ബിനോയ് വിശ്വം CPIയിൽ മേഖലാ ജാഥകൾ പരാജയപ്പെട്ടിരുന്നു എന്ന രീതിയിലൊരു വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല എന്ന് ഇന്ന് LDF യോഗത്തെ ബിനോയ് വിശ്വം അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ആത്മവിശ്വാസത്തോടുകൂടി കളത്തിലിറങ്ങാനാണ് ഇപ്പോൾ LDF യോഗത്തെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം കോൺഗ്രസ് ആകട്ടെ ഉഭയകക്ഷി ചർച്ചകളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് RSPയുമായിട്ടുള്ള ചർച്ചകൾ നടന്നു. RSP 5 സീറ്റുകളാണ് മത്സരിക്കുന്നത്. 2 സീറ്റുകൾ അവർ വേണ്ട എന്ന് മട്ടന്നൂർ മാറ്റിങ്ങലും ഒക്കെ മാറ്റി നൽകണമെന്നൊരു ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ ലീഗുമായും കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കും. എന്തായാലും സതീശന്റെ യാത്ര അവസാനിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് കേരളം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൻഫ്രി ഡിസൂസയും അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് ശ്രീജിത്ത് നായരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ഗുരുവായൂർ. ഇതിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ രംഗത്തെത്തി. ഓരോ സമയത്തും പലയിടങ്ങളിൽ വോട്ട് ചേർക്കുന്ന കുമ്പിടിയാണ് സുരേഷ് ഗോപി എന്നാണ് അനിൽ അക്കരയുടെ ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ ദേവസ്വം സ്കൂളിലാണ് സുരേഷ് ഗോപിക്ക് ഇത്തവണ വോട്ട്. അച്യുതം ഫ്ളാറ്റാണ് വിലാസമായി നൽകിയിരിക്കുന്നത്. തന്ത്രിയെ ചൊല്ലി ഭരണ പ്രതിപക്ഷം നേർക്കുനേർ. 15ാം നിയമസഭയുടെ അവസാന സമ്മേളനം പുനരാരംഭിച്ചപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും തന്ത്രിയുടെ അറസ്റ്റിലും നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമായി. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങി. ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കാത്തതിനാൽ സർക്കാർ പ്രതികാരം ചെയ്തുവെന്ന തന്ത്രിയുടെ ആരോപണം സഭയിൽ ഏറ്റെടുത്ത് പ്രതിപക്ഷം. 40 ദിവസം ജയിലിലടച്ച് തന്ത്രിയോട് സർക്കാർ പ്രതികാരം ചെയ്തുവെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. തന്ത്രിയുടെ കാര്യത്തിൽ പ്രതിപക്ഷം തന്ത്രം മെനയുകയാണെന്ന് ഭരണപക്ഷം ആരോപിച്ചു. തന്ത്രിയുടെ വക്കാലത്ത് UDFും BJPയും ഏറ്റെടുത്തിരിക്കുകയാണെന്ന് മന്ത്രി MP രാജേഷ് പരിഹസിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം നിയമസഭ പുനരാരംഭിച്ചപ്പോഴും ശബരിമല വിഷയം തന്നെയാണ് മുഴങ്ങിക്കെട്ടത്. പ്ലക്കാർഡും ബാനറും ഉയർത്തി ചോദ്യോത്തരവേള മുതൽ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവിന്റെ അഭാവത്തിൽ K ബാബുവാണ് സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് അറിയിച്ചത്. തന്ത്രിക്കെതിരെ യാതൊരു തെളിവുമില്ലെന്ന് കോടതി പറഞ്ഞതാണെന്നും സർക്കാർ പക വീട്ടിയതാണെന്നും K ബാബു ആരോപിച്ചു. ആചാരലംഘനത്തിന് കൂട്ടുനിൽക്കാത്തതിനാൽ സർക്കാർ പ്രതികാരം ചെയ്തുവെന്ന ജാമ്യ ഹർജിയിലെ തന്ത്രിയുടെ ആരോപണം പ്രതിപക്ഷം സഭയിൽ ഏറ്റെടുക്കുകയായിരുന്നു. ആചാര ലംഘനത്തിൽ ഗവൺമെന്റിനെ അനുകൂലിച്ചില്ല, ഗവൺമെന്റ് നിലപാടിനെ അനുകൂലിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടക്കുകയുണ്ടായി. സാർ, അദ്ദേഹത്തെ കോടതി പറഞ്ഞിട്ടുള്ളത് തെളിവിന്റെ ഒരു കണിക പോലും അദ്ദേഹത്തിന്റെ പേരിലുണ്ടായ ആക്ഷേപങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. സാർ, അതുപോലെ തന്നെ അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി ദേവസ്വം ബോർഡ് നിയോഗിച്ച ഓഡിറ്റർ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. തന്ത്രിയുടെ പേരിൽ പ്രതിപക്ഷം തന്ത്രം മെനയുകയാണെന്നും UDFും BJPയും വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുകയാണെന്നും മന്ത്രി MP രാജേഷ് ആരോപിച്ചു. തന്ത്രിയെ ഒഴിവാക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സാർ, തന്ത്രിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കേസ് കൊള്ളക്കേസിലെ പ്രതികളിൽ ഒരാളായ തന്ത്രിക്ക് എന്ത് വിശേഷമാണുള്ളത്? സാർ, തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJPയുമുണ്ട്, UDFുമുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ വിമർശിക്കുന്നതിലൂടെ പ്രതിപക്ഷം കോടതിയെ ചോദ്യം ചെയ്യുകയാണെന്ന് മന്ത്രിമാരായ P രാജീവും KN ബാലഗോപാലും പ്രതിരോധിച്ചു. സാർ, ഗവൺമെന്റിന്റെ ഭാഗം വളരെ വ്യക്തമാണ്.
തന്ത്രിയാണോ ഇതിനകത്ത് അകത്ത് കിടക്കുന്ന ആരാണോ അവര് പ്രതിയാണെന്നോ പ്രതിയല്ലെന്നോ ഗവൺമെന്റിന് അത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും ഇല്ല. കാരണം ഈ അന്വേഷണം പൂർണ്ണമായി നടക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിനകത്ത് മാത്രമാണ്. ഞങ്ങളുടെ മുൻപിൽ അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ടും വരുമില്ല. ചോദ്യോത്തരവേള അവസാനിക്കുന്നതുവരെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രതിപക്ഷം പോറ്റിയെ കേറ്റിയെ പാരഡി ഗാനം മുതൽ പ്രേംകുമാറിന്റെ വിമർശനങ്ങൾ വരെ ഉയർത്തിക്കാട്ടി. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പതിച്ച പ്ലക്കാർഡുകളുമായാണ് ഭരണപക്ഷം പ്രതിരോധിച്ചത്. പ്രതിഷേധത്തിനൊടുവിൽ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. കൊല്ലം വിജിലൻസ് കോടതി പറയുന്നു ഓഫ് എവിഡൻസ് ഇല്ല, അദ്ദേഹത്തെ ഞങ്ങൾ ജാമ്യം കൊടുത്ത് വിടുകയാണെന്നാണ് പറഞ്ഞത്. ഒരു തെളിവിന്റെ ഒരു കണിക പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിതനാക്കാൻ കോടതി തീരുമാനിച്ച ആ കോടതിയെ ഇപ്പോൾ വിമർശിക്കുകയാണ് നിയമമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേറ്റിവിറ്റി കാർഡ് ബില്ലും അബ്കാരി നിയമ ഭേദഗതി ബില്ലും പാസാക്കി നിയമസഭ 10:30 പിരിഞ്ഞു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി നാളെയോടെ പിരിയാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ കോടതിയെ ആക്ഷേപിച്ചത് നിയമമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഒരു തെളിവുമില്ലാതെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടുക്കി അടിമാലിയിൽ പുതുയുഗയാത്രയുടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഇടുക്കി ജില്ലയിൽ അടിമാലിയിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ആരംഭിച്ചത്. രാവിലെ ആദിവാസി പ്രതിനിധികളുമായും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായും പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തി. ശബരിമല വിഷയത്തിൽ CPM പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്താണ് അന്വേഷണം തന്ത്രിക്ക് നേരെ തിരിച്ചുവിട്ടതെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. CPM പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്ത്രിയിലേക്ക് അന്വേഷണം പോയത്. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ ആ കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ആ സംശയം ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. എന്ത് കാരണത്തിൻ്റെ പുറത്തും എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലുമാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന് SIT വ്യക്തമാക്കണം. നാട്ടുകാരുടെ നികുതിപ്പണം ഉപയോഗിച്ച് സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണ്. ഇതിനു പുറമെ വ്യാപകമായ ഡേറ്റ മോഷണവും നടക്കുന്നുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ കത്രിക കുടുങ്ങിയ സംഭവം MV ഗോവിന്ദൻ നിസാരവൽക്കരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. എന്താണ് ഓരോ ദിവസവും വരുന്ന വാർത്ത? 5 വർഷമായിട്ട് കത്രിക കുടുങ്ങി കിടക്കുകയാണ് വയറ്റിൽ. അതിന് മറുപടിയില്ല. 50 വർഷം കത്രിക കിടന്നാലും കുഴപ്പമില്ല. മനസാക്ഷി ഇല്ലാതിരുന്ന ആളുകളാണ്, ക്രൂരന്മാരാണ് ഈ സർക്കാരിലിരിക്കുന്നവർ. ഇടുക്കിയിലെ അടിമാലി, നെടുങ്കണ്ടം, കുമളി, ചെറുതോണി, തൊടുപുഴ എന്നീ കേന്ദ്രങ്ങളിലായിരുന്നു യാത്രയ്ക്ക് സ്വീകരണം. അമൃത ന്യൂസ്, ഇടുക്കി. തന്ത്രിയുടെ ജാമ്യോത്തരവ് റദ്ദ് ചെയ്യണമെന്ന SITയുടെ ഹർജിയിൽ പ്രതികരണവുമായി KC വേണുഗോപാൽ. SITയുടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മന്ത്രിയെ സംരക്ഷിക്കാൻ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിലാണ് പ്രതിഷേധമെന്നും അദ്ദേഹം പറഞ്ഞു. കോടതി വിധി പറഞ്ഞാൽ ആ കോടതി വിധിയെ വിമർശിക്കാൻ മന്ത്രി കാണിക്കുന്നത്, കോടതി വിധി തന്ത്രിയുടെ അതിൽ തെളിവില്ല എന്ന് പറയുമ്പോൾ ആ കോടതി വിധി തെറ്റാണെന്ന് മന്ത്രി പറയുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. CPM നേതാക്കൾക്കെതിരെ ഒരു അന്വേഷണം വരാതിരിക്കാൻ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകി. തെളിവില്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്തിനാണെന്ന് MT രമേശ് ചോദിച്ചു. കടകംപള്ളിയെ രക്ഷിക്കാൻ തന്ത്രിയെ കുടുക്കിയെന്നും MT രമേശ് ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കേസിൽ SIT രാഷ്ട്രീയ താൽപ്പര്യത്തോടുകൂടി അന്വേഷണം നടത്തുന്നു എന്നുള്ള BJPയുടെ ആരോപണം വസ്തുതാപരമായി ശരിയാവുകയാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ബോധ്യമാവുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന്റെ ജാമ്യാപേക്ഷയിൽ മാർച്ച് 2-ന് വിധി പറയും. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ നീക്കം. പ്രതിയുടെ മെഡിക്കൽ റിപ്പോർട്ട് കോടതി പരിശോധിച്ചു. ശബരിമല കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലും പ്രതിയാണ് KP ശങ്കരദാസ്. സ്വർണ്ണക്കവർച്ച നടക്കുമ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന ശങ്കരദാസിനെ അന്വേഷണത്തിനിടെ അറസ്റ്റ് ചെയ്യാൻ SIT മടിച്ചു. പിന്നാലെ ഹൈക്കോടതി ഇത് ചോദ്യം ചെയ്തു. തുടർന്നാണ് SIT ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിനു മുൻപായി ഇയാൾ മുൻകൂർ ജാമ്യഹർജിയുമായി കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യം ലഭിച്ചില്ല. തുടർന്ന് റിമാൻഡിൽ കഴിയവെയാണ് ഇപ്പോൾ ഇരു കേസുകളിലും ജാമ്യഹർജി സമർപ്പിച്ചത്. ജാമ്യഹർജി പരിഗണിച്ച വിജിലൻസ് കോടതി ശങ്കരദാസിന്റെ മെഡിക്കൽ റിപ്പോർട്ടും പരിശോധിച്ചു. മാർച്ച് 2-നാണ് കേസിൽ വിധി പറയുക. മറ്റു പല പ്രതികളും നേരത്തെ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. നിലവിൽ KP ശങ്കരദാസിന്റെ ആരോഗ്യാവസ്ഥ മോശമാണെന്ന് അഭിഭാഷകർ അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം.
ശബരിമല ആടിയ ശിഷ്ടം നെയ് വിൽപ്പന ക്രമക്കേടിൽ ഒന്നാം പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കാഴ്ച പരിമിതിയുള്ള വ്യക്തിയാണെന്ന പ്രതി സന്തോഷ് കുമാറിന്റെ വാദം ജസ്റ്റിസ് എ ബദറുദ്ദീൻ അംഗീകരിച്ചില്ല. പ്രതിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഹർജി തള്ളിയത്. ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പനയിൽ 21.5 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതിനാലാണ് സ്പെഷ്യൽ ഓഫീസറായിരുന്ന സന്തോഷ് കുമാർ ഒന്നാം പ്രതിയായത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ച് കോടതി വിജിലൻസിനോട് കേസെടുക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോൾ മുതൽ സന്തോഷ് കുമാർ ഒളിവിലാണ്. 60% കാഴ്ച പരിമിതനായതിനാൽ പണം തിരിമറി നടത്തുവാൻ കഴിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സന്തോഷ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിലെത്തിയത്. ഇരുചക്ര വാഹന ലൈസൻസ് ഉള്ള പ്രതിക്ക് ഈ കുറ്റകൃത്യം ചെയ്യുവാൻ കാഴ്ച പരിമിതി ഒരു തടസ്സമല്ലെന്ന് കോടതി വിലയിരുത്തി. 2025-26 മണ്ഡലകാലത്ത് നവംബർ 16 മുതൽ 31 വരെയുള്ള കാലയളവിൽ സ്പെഷ്യൽ ഓഫീസർമാരായ 3 പേർക്കും നെയ്യ് വിൽപ്പന നടത്തിയ 30 ശാന്തിമാർക്കുമെതിരെയാണ് വിജിലൻസ് കേസെടുത്തത്. 21.5 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരുന്നു. കൗണ്ടറുകളിൽ നെയ്യ് പാക്കറ്റുകൾ എത്തിക്കുന്നതിനും കൃത്രിമം നടക്കുന്നില്ലെന്നും വിൽപ്പന തുക ദേവസ്വം അക്കൗണ്ടിൽ എത്തുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്നതിനും പ്രതിക്ക് ചുമതലയുണ്ടെന്ന് വിലയിരുത്തിയ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.